റാസൽ ഖൈമ സഫാരി മാളിൽ റാക്കോത്സവത്തിന് തുടക്കമായി. ഒരു മാസം നീണ്ടു നിൽക്കുന്ന പരിപാടികൾക്കാണ് തിരുവോണ ദിവസം തുടക്കം കുറിച്ചത്. റാസൽ ഖൈമ ഇന്ത്യൻ അസോസിയേഷൻ പ്രസിഡന്റ് സൈനുലാബ്ദീൻ സലീം റാക്കോത്സവം ഉദ്ഘാടനം ചെയ്തു. റാസൽ ഖൈമയിൽ ആദ്യമായാണ് ഒരു ഷോപ്പിംഗ് മാളിൽ ഒരു മാസം നീണ്ടു നിൽക്കുന്ന ഓണപരിപാടികൾ ഒരുക്കുന്നത്. വർണ്ണാഭമായ ഘോഷയാത്രയുടെ അകമ്പടിയോടെയായിരുന്നു റാക്കോത്സവത്തിന്റെ ഉദ്ഘാടന ചടങ്ങ്. മാവേലിയും ചെണ്ടമേളവും പുലിക്കളിയും കഥകളിയുമെല്ലാം ഘോഷയാത്രയ്ക്ക് കേരളത്തനിമ പകർന്നു. റാസൽ ഖൈമയ്ക്ക് തന്നെ പുതിയ അനുഭവമാകും റാക്കോത്സവമെന്ന് ഉദ്ഘാടനം നിർവഹിച്ച ഇന്ത്യൻ അസോസിയേഷൻ പ്രസിഡന്റ് സൈനുലാബ്ദീൻ സലീം പറഞ്ഞു. റാസൽ ഖൈമയിലെ സഫാരി മാള് ഇന്ന് ഓണാഘോഷത്തോടനുബന്ധിച്ച് അടുത്ത ഒരു മാസക്കാലം പല കലാപരിപാടികളും മത്സരങ്ങളും നടത്തി പല സമ്മാനങ്ങളും നൽകുന്ന ഒരു പ്രോഗ്രാമാണ്. തീർച്ചയായിട്ടും റാസൽ ഖൈമയിലെ എല്ലാ ഇന്ത്യക്കാരും ഈ റാക്കോത്സവത്തിൽ പങ്കെടുക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. വൈവിധ്യമാർന്ന പരിപാടികൾക്കാണ് ഈ മാസം 27 വരെ റാസൽ ഖൈമ സഫാരി മാൾ വേദിയാവുക. റാസൽ ഖൈമയിലെ ഓണാഘോഷം ഇനി മുതൽ സഫാരിയുടെ കൂടിയാണ്. തീർച്ചയായിട്ടും സഫാരി എല്ലാ വിധത്തിലും ഈ റാസൽ ഖൈമയിലുള്ള പ്രത്യേകിച്ച് മലയാളികൾക്കും അതോടൊപ്പം മറ്റെല്ലാവർക്കും വേണ്ട വിധത്തിലുള്ള എല്ലാവിധ സഹായ സഹകരണങ്ങളോടുകൂടി ഞങ്ങൾ മുന്നോട്ട് പോകാനാണ് ആലോചിച്ചിട്ടുള്ളത്. കുട്ടികൾക്കായുള്ള ചിത്രരചനാ മത്സരം, ഫാഷൻ ഷോ, പായസ മത്സരം, AI ശില്പശാല, ചെസ് മത്സരം, പൂക്കള മത്സരം തുടങ്ങി വിവിധ പരിപാടികൾ റാക്കോത്സവത്തിന്റെ ഭാഗമായി സംഘടിപ്പിക്കും. സഫാരി ഗ്രൂപ്പ് ചെയർമാൻ അബൂബക്കർ മടപ്പാട്ട്, എക്സിക്യൂട്ടീവ് ഡയറക്ടർമാരായ ഷമീം ബക്കർ, ഷാഹിദ് ബക്കർ, സാമൂഹ്യ പ്രവർത്തകരായ നാസർ അൽമഹ, ചാക്കോ ഉളക്കാടൻ, മീഡിയ വൺ GCC ജനറൽ മാനേജർ സവാബ് അലി, അസിയാൻ ഗോൾഡ് ജ്വല്ലറി മാനേജർ സുബിൻ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. മീഡിയ വൺ, ദുബായ്.